അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ കർവ് ആർ സ്ക്വയർ ഈക്വൽ ടു 2a സ്ക്വയർ കോസ് 2 തീറ്റയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയുടെ പ്ലേസിൽ √2a എന്നുള്ളതാണ് അതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. അടുത്ത പ്രോബ്ലം ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ലൂപ്പ് ഓഫ് ദ കർവ് ആർ ഇസ് ഈക്വൽ ടു a സൈൻ 3 തീറ്റ. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫ് ചെയ്ത് നോക്കണം. ഇതിന് എത്ര ലൂപ്സ് ഉണ്ടെന്നൊന്നും നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അറിയില്ല. അപ്പോൾ നിങ്ങൾ ഗ്രാഫിംഗ് യൂസ് ചെയ്തിട്ട് ഗ്രാഫ് ചെയ്ത് നോക്കുക തന്നെ വേണം. നോക്കി ഇവിടെ ഗ്രാഫിംഗ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓരോ ആംഗിൾ മെഷർമെൻറ്റ് വരച്ചിട്ട് നമ്മൾ ആ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്ന പോലെ ഗ്രാഫിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഓരോ ലൂപ്പും കിട്ടുന്നത്. അതിൽ ഒരു ലൂപ്പിൻ്റെ ഏരിയയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ആർബിട്രറി ആയിട്ട് ഈ ഒരു ലൂപ്പ് എടുക്കുകയാണെങ്കിൽ ഇത് തീറ്റ ഈക്വൽ ടു 0ൻ്റെയും തീറ്റ ഈക്വൽ ടു π/3യുടെ ഇടയിലാണ് നമുക്ക് ഗ്രാഫിംഗ് ചെയ്യുമ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ അതിൻ്റെ ആ വാരിയേഷൻ നമുക്കറിയാനായിട്ട് ഞാനതാ പറഞ്ഞത് ഗ്രാഫിംഗ് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഇവിടെ ആൽഫയും ബീറ്റയും 0 to π/3 എടുത്ത് ആർ സ്ക്വയർ ഡി തീറ്റയുടെ പ്ലേസിൽ എ സ്ക്വയർ സൈൻ സ്ക്വയർഡ് 3 തീറ്റ കൊടുക്കുക. അതിൽ സൈൻ സ്ക്വയർഡ് 3 തീറ്റയ്ക്ക് പകരം 1 + cos 6 θ/2 എന്നുള്ള ഫോമുല യൂസ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് πa²/12 എന്ന് ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഗ്രാഫിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഗ്രാഫിംഗ് പഠിച്ചാലാണ് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുക. അപ്പോൾ അത് ഗ്രാഫിംഗ് ആ പൊളാറിൻ്റെ ഫസ്റ്റ് സെക്ഷൻ നന്നായിട്ട് പഠിക്കുക. അതിനുശേഷം ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അടുത്തത് ഇനി ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് ഇൻ പൊളാർ കോർഡിനേറ്റ്സ് ആണ്. അപ്പോൾ 2 കർവ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 2 കർവും തീറ്റ ഈക്വൽ ടു ആൽഫയുടെയും തീറ്റ ഈക്വൽ ടു ബീറ്റയുടെയും എൻഡ് പോയിന്റ് ആയിട്ട് വരുന്നത് ആ ഒരു 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഇടയിൽ ലൈ ചെയ്യുന്ന കർവ്സ് ആയിരിക്കണം. അപ്പോൾ ഒരെണ്ണം ബിഗ് കർവ് എന്നും ഒരെണ്ണം ലോവർ കർവ് എന്നും അപ്പർ കർവ് എന്നും ലോവർ കർവ് എന്നും എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഏരിയ വരുന്നത് ഈ ഫോർമുല പഠിച്ചാൽ മതി. ½ ഇൻറ്റു ഇൻറ്റഗ്രൽ ആൽഫ ടു ബീറ്റ r2² - r1² ഡി തീറ്റ. r2² എന്ന് പറയുന്നത് വലിയ കർവും r1 എന്ന് പറയുന്നത് ചെറിയ കർവുമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ that lies inside the circle r equal to 1 and outside the cardioid r equal to 1 - cos θ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇതിൽ അപ്പർ ഏതാ ലോവർ ഏതാന്ന് ഫൈൻഡ് ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആ ഒരു ഏരിയ ഏത് 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഇടയിലാണ് എന്നുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ ആംഗിൾ മെഷർമെൻറ്റ് കിട്ടാനായിട്ട് നമ്മളിത് 2 ഇക്വേഷനും സോൾവ് ചെയ്ത് നോക്കണം. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇത് രണ്ടും ഒന്ന് സ്കെച്ച് ചെയ്യുക. ഒരു ഫിഗറിൽ തന്നെ രണ്ടും കൂടെ സ്കെച്ച് ചെയ്യുക. അപ്പോഴാണ് ഷെയർ ചെയ്യുന്ന ഏരിയ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ സ്കെച്ച് ചെയ്യുമ്പോൾ ഇതാ സർക്കിൾ r equal to 1 എന്നുള്ള യൂണിറ്റ് സർക്കിൾ അവിടെ വരച്ചിട്ടുണ്ട്. പിന്നെ r equal to 1 - cos θ എന്നുള്ള കാർഡിയോയിഡും അവർ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഇൻ ബിറ്റ്വീനിൽ വരുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഇത് ഏത് 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഇടയിലാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഫിഗർ നോക്കുമ്പോൾ അറിയാം ഇത് π/2 ഇത് -π/2 ആണെന്ന്. അതുകൊണ്ടായില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്തും കൂടി നോക്കണം. അപ്പോൾ ഇവിടെ അത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. നിങ്ങൾ ഇവിടെ ഈ സ്റ്റെപ്പ് നമ്മുടെ ഗ്രാഫിംഗ് കഴിഞ്ഞ ശേഷം ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ ഇവിടെ ഒന്ന് ആഡ് ചെയ്തോളൂ. ഇവിടെ നിങ്ങൾ r equal to 1 - cos θയും മറ്റേത് r equal to 1 അല്ലേ. അപ്പോൾ അത് രണ്ടും കൂടെ ഒന്ന് സോൾവ് ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിമുട്ടണ പോയിന്റ്. അപ്പോൾ r1 equal to r2. ഇവിടെ നമ്മൾ നോക്കി ഈ അറ്റത്തുള്ള കർവ് r2 ആണ്, ഈ അറ്റത്തുള്ള കർവ് r1 ആണ്. അപ്പോൾ ഈ വലിയ കർവിനെ ഈ അറ്റത്തുള്ളതിനാണ് വലുതെന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് r2 equal to 1 ഇതിനെ r1 equal to 1 - cos θ എന്ന് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ 1 - cos θ equal to 1 എന്നുള്ളത് കൊടുക്കുക. രണ്ടും അതിരുന്നില്ലേ, 2 ഇക്വേഷനിൽ നിന്നും r എടുത്തിട്ട് ഈക്വേറ്റ് ചെയ്യിക്കുകയാണ് വേണ്ടത്. തന്നിരിക്കുന്നതിൽ ഒന്ന് r equal to 1 ഒന്ന് r equal to cos θ ആണ്. ഇക്വേറ്റ് ചെയ്യിച്ചാലാണ് ആ ഇൻ്റർസെക്ഷണൽ പോയിന്റിൽ തീറ്റ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 equal to 1 - cos θ എന്ന് കിട്ടും. അതിൽ നിന്ന് 1നെ ഇങ്ങോട്ടും കൊണ്ടുവരിക, cos θനെ അങ്ങോട്ടും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ cos θ equal to 0 എന്ന് കിട്ടും. cos θ equal to 0 ആവുന്ന പോയിന്റ്സ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ θ equal to π/2 ഇവിടെ നമുക്ക് θ equal to -π/2 ആണ് കിട്ടുക. അങ്ങനെയാണ് ശരിക്കും സോൾവ് ചെയ്തിട്ടാണ് ഈ -π/2 π/2 ആണെന്നുള്ളത് മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റെപ്പ് ഇവിടെ ആഡ് ചെയ്യണം. അടുത്ത പ്രോബ്ലത്തിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോർമുല യൂസ് ചെയ്താൽ മതി. ½ ഇൻറ്റു ഇൻറ്റഗ്രൽ -π/2 to π/2 r2² - r1² ഡി തീറ്റ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഒരു സിമെട്രി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. എബവ് ദ ഇനീഷ്യൽ ലൈനും ബിലോ ദ ഇനീഷ്യൽ ലൈനും സെയിം ഷേപ്പാണ്. അപ്പോൾ വേണമെങ്കിൽ -π/2 മുതൽ π/2 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം 0 മുതൽ π/2 വരെയുള്ള ഭാഗം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിച്ചിട്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ പ്രൊസീഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയിൽ പ്രൊസീഡ് ചെയ്തപ്പോൾ 2 × 1/2 × ഇൻറ്റഗ്രൽ 0 to π/2 r2² മൈനസ് r1² dθ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് സിമെട്രി രണ്ടും ഒരേ ഷേപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ r2² എന്ന് പറഞ്ഞാൽ 1, r1² എന്ന് പറഞ്ഞാൽ 1 - 2 cos θ + cos² θ dθ. അതിന് നമുക്ക് 2 cos θ - cos² θ dθ എന്ന് എഴുതാം. അതായത് 2 cos θ - cos² θയ്ക്ക് പകരം 1 + 2 cos θ/2 എന്ന് എഴുതാം. അതിനെ സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ഒക്കെ ചെയ്ത് ലിമിറ്റ് ഒക്കെ കൊടുത്തു വരുമ്പോൾ 2 - π/4 എന്നാണ് ആൻസർ കിട്ടുക. നിങ്ങൾ ഇൻ്റഗ്രേഷനും ലിമിറ്റ് കൊടുക്കലൊക്കെ നിങ്ങൾ തന്നെ ചെയ്യുക. അപ്പോൾ സ്റ്റെപ്സ് ഇവിടെ ആഡ് ചെയ്യേണ്ടി വരും. തന്നെ ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കിട്ടുന്നില്ലേ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. കിട്ടും, ചെയ്ത് നോക്കൂ കേട്ടോ. ഹോംവർക്കായിട്ട് ചെയ്താൽ മതി. അടുത്ത ഒരു പ്രോബ്ലം, അത് ഗ്രാഫിങ് അതിൽ തരാത്തതുകൊണ്ട് ഞാനതൊന്ന് ഗ്രാഫ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്, കുറച്ച് വ്യത്യാസത്തിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്, അതുകൊണ്ടാണ് ഞാനത് ചെയ്ത് കാണിച്ചത്. Find the area of the region shared by the circles r = 1 and r = 2 sin θ. 2 സർക്കിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 സർക്കിൾസ് ഇവിടെ വരച്ചിട്ടുണ്ട്. r = 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതായി യൂണിറ്റ് സർക്കിളാണ്. r = 2 sin θ എന്നുള്ളത് ഞാനിത് തീറ്റയ്ക്ക് വാല്യൂസ് കൊടുത്തുകൊണ്ട് വരുന്ന വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് ഗ്രാഫ് ചെയ്തതാണ്. അപ്പോൾ എനിക്കിതായി ഇങ്ങനെ ഒരു സർക്കിളാണ്, 2 റേഡിയസിലുള്ള ഇങ്ങനെ ഒരു സർക്കിളാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവർ രണ്ടുപേരും ഷെയർ ചെയ്യുന്ന ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഷെയർ ചെയ്യുന്ന ഏരിയ ആണ് ഈ ഇവിടെ ഷെയ്ഡ് ചെയ്തതായിട്ട് കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇത് ഏത് 2 ആംഗിൾസിൻ്റെ ഇടയിലാണ് എന്നറിയാനായിട്ട് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ സോൾവ് ചെയ്ത് നോക്കുന്ന സമയത്ത് r = 1 r = 2 sin θയും കൂടി സോൾവ് ചെയ്യുക. അപ്പോൾ 2 sin θ = 1, അങ്ങനെ θ = π/6 and 5π/6 എന്ന് കിട്ടും. അപ്പോൾ ഈ തീറ്റ π/6ഉം ഈ ക്വാഡ്രന്റിലായതുകൊണ്ട് ഇത് 5π/6 എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ 2 ആംഗിൾസിൻ്റെ ഇൻ ബിറ്റ്വീനിലുള്ള ഏരിയ നോക്കുമ്പോൾ, ഈ കർവ് നോക്കുമ്പോൾ ഈ മുകളിൽ കാണുന്ന ഭാഗത്തിൻ്റെ മാത്രമേ നമുക്ക് ഏരിയ കിട്ടുള്ളൂ. ഈ താഴത്തിരി ഡാർക്കൻ ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുന്ന ഭാഗത്തിൻ്റെ ആ ഏരിയ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല. കർവിൻ്റെ ഈ ഒരു ഭാഗം, ഇത്രയും ഭാഗം നമുക്ക് കിട്ടുള്ളൂ. ഈ ഭാഗത്തിൻ്റെ ഇത്തിരി ഡാർക്കൻ ചെയ്ത് കാണിച്ചിരിക്കുന്ന ഭാഗം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കും. അതും കൂടി ശരിക്കും നമുക്ക് കിട്ടേണ്ടതായിരുന്നു, പക്ഷെ നമുക്കത് കിട്ടില്ല. അതായത് നമ്മുടെ റിക്വയർഡ് ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഉള്ളിലായിട്ടല്ല നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വെച്ചിട്ട് തീറ്റയുടെ വാല്യൂസ് നമുക്ക് π/6ഉം 5π/6ഉം ആണ് കിട്ടുക. പക്ഷെ ആ 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ലൈ ചെയ്യുന്നില്ല. അത് ഇത്തിരി അധികം ഡാർക്ക്, കുഞ്ഞൊരു പോർഷനാണ് ഇവിടെയും, അതുപോലെ ഇവിടുത്തെ ഈ കുഞ്ഞൊരു പോർഷൻ, ഈ ഡാർക്കൻ ചെയ്ത് കുറച്ചധികം ഡാർക്കൻ ചെയ്ത് കാണിച്ചിരിക്കുന്ന ഈ പോർഷൻ ആ 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ കിടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ r1നെ അപ്പർ കർവും r2നെ ലോവർ കർവും ആയിട്ട് എടുത്തിട്ടുള്ള പ്രോബ്ലം ചെയ്യാനായിട്ട് പറ്റില്ല. കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കും. അതാണ് ഒരു പ്രോബ്ലം ഉള്ളത്. അപ്പോൾ പിന്നെ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഇതാണ്. നമ്മൾ ഈ r2നെ അതായത് r = 2 sin θ എന്നുള്ളതിനെ അപ്പർ കർവും r = 1 എന്നുള്ളതിനെ ലോവർ കർവും ആയിട്ട് എടുക്കും. അപ്പോൾ നോക്കി, ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ r2, ഇതിൽ കൂടെ r1. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ ഏരിയ, അതായത് ഈ മൊത്തം ഈ r = 1ൻ്റെ ഏരിയയിൽ നമുക്ക് ആവശ്യമുള്ള ഏരിയ ഒഴികെ ബാക്കിയുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. കാരണം ആ ഏരിയ, നമുക്ക് ആവശ്യമില്ലാത്ത ആ ഏരിയ, സർക്കിളിൻ്റെ ഈ ചെറിയ സർക്കിളിൻ്റെ ഏരിയയിൽ നമുക്ക് ആവശ്യമില്ലാത്ത ഏരിയ കംപ്ലീറ്റ്ലി ലൈ ചെയ്യുന്നത് θ = π/6ൻ്റെയും θ = 5π/6ൻ്റെയും ഇടയിലാണ്. അത് കംപ്ലീറ്റ് ആയിട്ട് ഈ 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. കാരണം അതിൻ്റെ ഒരു ജോയിൻ ഇവിടെയും, പിന്നെ അതിൻ്റെ ഈ അപ്പർ കർവ് ഇവിടെയും, പിന്നെ ഒരു ജോയിൻ ഇവിടെയും, ഈ ലോവർ കർവ് ഇവിടെയും. അപ്പോൾ കറക്റ്റായിട്ട് അത് ഈ θ = π/6ൻ്റെയും 5π/6ൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഏരിയ കണ്ടുപിടിക്കാം. എന്നിട്ട് നമ്മുടെ റിക്വയർഡ് ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ ചെറിയ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന്, ടോട്ടൽ ഏരിയയിൽ നിന്ന് നമ്മളിപ്പോൾ ഈ ഫൈൻഡ് ചെയ്യാൻ പോകുന്ന ഏരിയ സബ്ട്രാക്ട് ചെയ്ത് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഷെയർഡ് ഏരിയ, റിക്വയർഡ് ഏരിയ കിട്ടും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ റിക്വയർഡ് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ യൂണിറ്റ് സർക്കിൾ മൈനസ് ഏരിയ ഇൻ ബിറ്റ്വീൻ ദ ആർക്ക് ഓഫ് ദ സർക്കിൾസ് ആർ ഈക്വൽ ടു 2 sin θ ആൻഡ് ആർ ഈക്വൽ ടു 1. മനസ്സിലായല്ലോ അല്ലേ? എന്താണ് പ്രോബ്ലം അവിടെ വന്നിരുന്ന്? ആ ചെറിയ പോർഷൻ ഉൾപ്പെടാതിരുന്നതായിരുന്നു നമുക്കുണ്ടായിരുന്ന പ്രോബ്ലം. അപ്പോൾ നമ്മൾ ടോട്ടൽ ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ്റെ ഏരിയ അതിൽ സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ്റെ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് 5/6ൻ്റെയും 5/6ൻ്റെയും ഇടയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. യൂണിറ്റ് സർക്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ πr² π1². ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ്റെ ഏരിയ കിട്ടാനായിട്ട് π/6 to 5π/6 ഹാഫ് ഇൻറ്റു r2². ദാറ്റ് ഈസ് 2 sin θ² ആണ് മുകളിലത്തെ കർവ് വരിക. ഇതാണ് ലോവർ കർവ് വരിക. 1² 1 തന്നെ ആയതുകൊണ്ടാണ് ഞാൻ 1 തന്നെ എഴുതിയത്. പിന്നെ അത് സിംപ്ലിഫൈ ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് 4π - 3√3/6 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ബാക്കി കാര്യങ്ങൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണ്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണതേ ഉള്ളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. ഇവിടുത്തെ പ്രോബ്ലം ഉണ്ടായിരുന്നത് ഇതാണ്. നമുക്ക് കുറച്ചുകൂടെ വലുതാക്കി വെച്ചാൽ കുറച്ചും കൂടെ ക്ലിയർ ആയിരുന്നു അല്ലേ? നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇത്തിരി വലുതാക്കി വരച്ചോളൂ കേട്ടോ. ശരിക്കും ഈ ഫുൾ ഏരിയ ആ 2 ആംഗിളിൻ്റെ ഉള്ളിൽ കെടുക്കില്ല. അതായിരുന്നു നമ്മുടെ ഈ ചെറിയ ഭാഗങ്ങൾ പുറത്തേക്ക് പോരും. അതായിരുന്നു നമ്മുടെ പ്രോബ്ലം ആയിരുന്നത്. അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ r1 r=1 എന്നുള്ളത് അപ്പർ കർവും r=2 sin θ എന്നുള്ളത് ലോവർ കർവായിട്ട് എടുത്ത് സുഖമായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ ഈ പോർഷൻസ് ഇതിൻ്റെ ഉള്ളിൽ കെടുക്കാത്തതാണ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുക? പക്ഷേ ഈ ഷെയ്ഡഡ് പോർഷൻ, ഈ റിക്വയർഡ് ഏരിയ അല്ലാത്ത ഭാഗങ്ങൾ കംപ്ലീറ്റ് ഈ 2 ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ലൈ ചെയ്യുന്നുണ്ട്. ഇവിടെ മുതൽ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ, ഇതിൻ്റെ ഉള്ളിലായിട്ട് അത് ലൈ ചെയ്യുന്നുണ്ട്. 2 എൻഡ് പോയിന്റ്സിലായിട്ട് അത് ലൈ ചെയ്യുന്നുണ്ട്. ആ 2 എൻഡ് പോയിന്റ്സ് അതുമ്മേ ആയിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ ഈ ഷെയ്ഡ് ചെയ്യാത്ത പോർഷൻ്റെ 2 എൻഡ് പോയിന്റ്സ് ആ ഒരു ആംഗിൾ മെഷർമെൻറ്റിൻ്റെ ഉള്ളിൽ കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ സർക്കിളിൻ്റെ ടോട്ടൽ ഏരിയയിൽ നിന്ന് അത് സബ്ട്രാക്ട് ചെയ്തിട്ടാണ് റിക്വയർഡ് ഏരിയ നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഒന്ന് പ്രത്യേകം ഓർത്തിരുന്നോളൂ. അതായിരുന്നു അപ്പോൾ ഒരു പ്രോബ്ലം. അടുത്തത് ലാസ്റ്റ് പ്രോബ്ലം. Find the area of the region shaded by the cardioids r equal to 2 into 1 plus cos θ and r equal to 2 into 1 minus cos θ. അപ്പോൾ ആദ്യം തന്നെ ഏത് 2 ആംഗിൾസിൻ്റെ ഉള്ളിലൊക്കെ എടുക്കുന്നതെന്ന് അറിയാനായിട്ട് ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുക. അപ്പോൾ ഇക്വേറ്റ് ചെയ്യിക്കുക. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 into 1 minus cos θ ഈക്വൽ ടു 2 into 1 plus cos θ. അതിൽ നിന്ന് 2 ക്യാൻസൽ ചെയ്ത ശേഷമാണ് ഈ ഇക്വേഷൻ കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതി 2 ക്യാൻസൽ ചെയ്ത ശേഷം ഈ സ്റ്റെപ്പിലേക്ക് വരിക. അപ്പോൾ എന്തുണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഈ മൈനസ് കോസ് തീറ്റേനെ ഇങ്ങോട്ടും കൊണ്ടുപോവുക, ഈ 1നെ ഇങ്ങോട്ടും കൊണ്ടുവരിക. അപ്പോൾ 2 cos θ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഫ്രം ദാറ്റ് cos θ ഈക്വൽ ടു 0 എന്ന് ചെയ്യുക. നിങ്ങളത് സ്റ്റെപ്പായിട്ട് ചെയ്യുക കേട്ടോ. cos θ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉള്ളത്? θ ഈക്വൽ ടു π/2 θ ഈക്വൽ ടു 3π/2. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് അല്ലേ? അപ്പോൾ അത് 2 എടുക്കാം. ഒന്ന് ഗ്രാഫ് ചെയ്തോളൂ കേട്ടോ. അത് ഇവിടെ ഈ ഗ്രാഫ് ചെയ്തോളൂ. ഒന്ന് ഇപ്പുറത്തേക്ക് തിരിഞ്ഞതും ഒന്ന് അപ്പുറത്തേക്ക് തിരിഞ്ഞതുമാണ് വരിക. 2 കാർഡിയോയിഡ്. അതിൻ്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ കർവ് ഈസ് 0 0. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 times integral 0 to π/2 1/2 into 2 into 1 minus cos θ square dθ plus 2 into integral 0 to π half into 2 into 1 plus cos θ square dθ. ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇൻ്റഗ്രൽ 0 to π/2 ഇതിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ π/2 to π. ഇവിടെ നോക്കിയത് 0 അല്ല കേട്ടോ, π/2 ആണ് കേട്ടോ. ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത്. π/2 to π. എന്നിട്ട് 2 കർവിൻ്റെ അണ്ടറിലായിട്ടാണ് ഇതിൻ്റെ ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യാം. കണ്ടോ, ഇങ്ങനെയാണ് അതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ്റെ തന്നെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ r equal to 2 into 1 minus cos θയുടെയാണ് ഈ 2 ബ്രാഞ്ച് വരുന്നത്. ഇത് രണ്ടും 0ൻ്റെയും π/2ൻ്റെ ഇടയിലാണ്. പിന്നെ ഈ ബ്രാഞ്ച് വരുന്നത് r equal to 2 into 1 plus cos 2 θയുടെയാണ്. ഇത് രണ്ടും π/2ൻ്റെയും പൈയുടെ ഇടയിലാണ് വരുന്നത്. അത് ഗ്രാഫിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ ഫിഗർ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ 2 ബ്രാഞ്ച് വീതം വരുന്നത് കൊണ്ട് 2 times ഒരെണ്ണത്തിൻ്റെ നമ്മൾ ചെയ്യുള്ളൂ. 2 times ഇൻ്റഗ്രൽ 0 to π/2 ഒരു കർവ്, ആ കർവിൻ്റെ പ്ലസ് 2 times ഇൻ്റഗ്രൽ π/2 to π ആണ് കേട്ടോ. അത് π/2 to π രണ്ടാമത്തെ കർവിൻ്റെ. അപ്പോൾ ആ 2 സെറ്റിൻ്റെയും നമുക്ക് ഏരിയാസ് കിട്ടും. അപ്പോൾ ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ടോട്ടൽ ഏരിയ ഷെയ്ഡ്, ആ ഷെയ്ഡഡ് പോർഷൻ്റെ ഏരിയ ആയി.
ഇപ്പോൾ വരച്ചിട്ട് അത് ചെയ്യാം കേട്ടോ. വരച്ചിട്ട് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഓക്കെ.